ഞാനിപ്പോൾ ഈ ചെന്ന് കയറുന്നത് വെറും ഒരു വീട്ടിലേക്കല്ല, കഴിഞ്ഞുപോയ ഒരു കാലഘട്ടത്തിലേക്കാണ്. അന്നൊക്കെ അവധിക്കാലമായാൽ ഈ വീട് നിറയെ കുട്ടികളുടെ കളിയും ചിരിയും ബഹളവും ഒക്കെയായിരുന്നു. അമ്മാവനും അമ്മായിയും മേടിച്ചു തരുന്ന ഓണക്കോടികളും ഓണസദ്യയും എല്ലാ കുട്ടികൾക്കും പ്രിയപ്പെട്ടതായിരുന്നു. എന്നാൽ ആ കുട്ടികളൊക്കെ വളർന്നു വലുതായി നാട് വിട്ടുപോയി. നമ്മുടെ നാട് കുറച്ചുകൂടെ മെച്ചപ്പെട്ടതായിരുന്നെങ്കിൽ ആർക്കും എവിടെയും പോകേണ്ട വരില്ലായിരുന്നു. അന്ന് ചുറുചുറുക്കോടെ നടന്നവർക്കൊക്കെ ഇന്ന് വയസ്സായി, അന്ന് വയസ്സായിരുന്നവരൊക്കെ ഇന്ന് കിടപ്പായി. ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടുള്ള സഹനത്തിൻ്റെ ഏറ്റവും വലിയ മാതൃകയാണ് എൻ്റെ അമ്മച്ചി. അമ്മച്ചിയെക്കുറിച്ച് പറയാൻ എനിക്ക് വാക്കുകളില്ല. ഷീ ഈസ് എ വണ്ടർ വുമൺ. ഞങ്ങൾ ഓരോരുത്തരും ജനിച്ചു വീണപ്പോൾ ചുറുചുറുക്കോടെ ഏറ്റുവാങ്ങിയ അമ്മച്ചിയുടെ കൈകൾ ഇപ്പോൾ തളർന്നു പോയെങ്കിലും കാലുകൊണ്ട് ഓടിയെത്താൻ പറ്റുന്നില്ലെങ്കിലും നമ്മൾ ആരെങ്കിലും ചെന്നാൽ കഴിച്ചോ കുടിച്ചോ എന്ന് പല തവണ ചോദിക്കും. അത് ചോദിക്കാൻ നേരം അമ്മച്ചിയുടെ മറവി രോഗം വരെ മാറി നിൽക്കും. അതാണ് ഒരു അമ്മയുടെ കരുതൽ. ചാച്ചനെ കുറിച്ചുള്ള ഓർമ്മകളും ഒട്ടനവധിയാണ്. ഒറ്റ വാക്കി പറയുവാണെങ്കിൽ ചാച്ചൻ ഒരു സ്നേഹനിധിയായിരുന്നു എന്ന് പറയാം. ഈ ലോകത്തിൽ ഏത് കോണ്ടിനെന്റിൽ ചെന്നാലും എൻ്റെ ഒരു കസിൻ അവിടെ ഉണ്ടാവുമെന്ന് ഞാനെപ്പോഴും പറയാറുണ്ട്. അതുകൊണ്ട് ആ പഴയ പിള്ളേരൊക്കെ ഇനി ഒരിക്കൽ കൂടെ ഒന്നിച്ചു കൂടണമെങ്കിൽ ഈ ലോകം മൊത്തം ഒന്നിച്ച് വിചാരിക്കണം.